യാത്ര ചെയ്യണ ഒരാളുടെ കാഴ്ചപ്പാടും നമ്മൾ വീട്ടിലിരുന്നിട്ട് യാത്രയെക്കുറിച്ചിട്ട് കേട്ടിട്ട് അതിൽ ജീവിക്കണ ഒരാളുടെ കാഴ്ചപ്പാടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് യാത്ര ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. കാരണം ആദ്യമൊക്കെ ടൂറ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് പോകണ ഒരു ടൂറാണ് ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതേപോലെ അച്ഛനോടൊക്കെ പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ പോയിക്കോ എന്നുള്ള ഓരോ ഡയലോഗും കാര്യങ്ങളുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് രാജേട്ടനായിട്ട് ഓരോരോ സ്ഥലങ്ങളിലായിട്ട് പോയി. അപ്പോഴാണ് നമുക്ക് വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ചിന്താഗതിക്കായാലും നമ്മുടെ കാണുന്ന കാഴ്ചപ്പാടിനായാലും നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് യാത്രയിൽ കൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴാണോ തോന്നണത് അപ്പോൾ ആ ഒരു നിമിഷം ഞങ്ങൾ യാത്ര പോണ ഒരാൾക്കാരാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് മൈസൂർക്കാണ്. ഞങ്ങൾ രാത്രി പുറപ്പെട്ടതാണ്. നല്ല അടിപൊളി ഒരു റൂട്ടായിരുന്നു, വയനാട് ടു മൈസൂർ. നല്ല ഒരു രക്ഷയില്ലാത്ത റോഡാണ് ഉണ്ടായിരുന്നത്. കാരണം മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എവിടെയും സ്റ്റേ ചെയ്തിട്ടില്ല. ഒറ്റയടിക്ക് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ചെയ്തത്. പുലർച്ചെയാണ് ഞങ്ങൾ മൈസൂർ അവിടെ എത്തിയത്. ഇതൊക്കെ ഓരോരോ അനുഭവങ്ങളാണ്. ഞങ്ങൾ അധികം സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് പോവാറ്. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ സ്റ്റേ ചെയ്യണ്ട, നമുക്ക് നൈറ്റ് ഡ്രൈവ് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം ഒരു 6:30-7 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഈ മൈസൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ഞങ്ങൾ തലേ ദിവസം പോരുമ്പോൾ തന്നെ എങ്ങനെയൊക്കെയാണ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എവിടെയൊക്കെയാണ് കാണേണ്ടത് എന്നുള്ളത്. പിന്നെ അതേ വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് ഫ്രഷ് ആവണമെങ്കിൽ ഇതേപോലെ ഓരോരോ ഹോട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്യുക. പിന്നെ അതേ ഞങ്ങളിതാ മൈസൂർ പാലസിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.